ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം. അത് CSDS മേധാവിയായിട്ടുള്ള ലോക്നീതി CSDS മേധാവിയായിട്ടുള്ള സഞ്ജയ് കുമാറിന്റെ ഒരു അപ്പോളജിയാണ്. ഈ രാജ്യത്ത് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ ഇന്ത്യ മുന്നണിയും ഈ CPM കോൺഗ്രസിന്റെ ഒക്കെ മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് CSDS റിപ്പോർട്ടാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി, മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചോർച്ചയുണ്ടായി, വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങൾക്ക് തെറ്റായിട്ട് റീഡ് ചെയ്തതാണ് ഇന്ന് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ ബംഗളൂരുവിലെ ഓഗസ്റ്റ് 7-ാം തീയതിയിലെ പ്രസ് മീറ്റ് അടക്കം തെറ്റാണ് എന്നാണ്. ഇനി ഈ ജനാധിപത്യത്തെ കുറിച്ചിട്ട് ഗിരിപ്രഭാഷണം ചെയ്യുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തിൽ മരിച്ച ആളുകളെ മൊത്തം കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദിവ്യശക്തി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ മറന്നു പോകരുത്. അതിനൊരു മാറ്റം വന്നത് കേരളത്തിൽ CCTV വന്നതിന് ശേഷം മാത്രമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടിൽ പോയി കള്ളവോട്ട് ചെയ്തതിന് പോലീസ് നടപടി, നിങ്ങളുടെ പോലീസ് നടപടി എടുക്കപ്പെട്ട ഒരു ബി അല്ല നിങ്ങളുടെയാണെന്ന് അതോടൊപ്പം തന്നെ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന്റെ കഴുത്ത് ഞെരിക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എന്റെ റെക്കമെന്റ് നിങ്ങളാണ്. വ്യാജ വോട്ടുകൾ, കള്ളവോട്ടുകൾ, മരിച്ച ആളുകൾ മൊത്തം വന്ന് വോട്ട് ചെയ്യുന്ന ദിവ്യശക്തി, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, സാർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വ്യാജരേഖകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ പദവിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കണം. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനാധിപത്യ പ്രക്രിയകളെയും അവതാളത്തിലാക്കി നിങ്ങൾ തന്നെ ജനാധിപത്യത്തെ കുറിച്ച് ഇന്ന് പറയണം. നിലവിൽ നടക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു വശത്ത് നിങ്ങൾ പറയുന്നു ഇലക്ഷൻ സംവിധാനങ്ങളിൽ പ്രശ്നമുണ്ട്, സീറോ വീട്ട് നമ്പറിൽ വരുന്നു, ആളുകളുടെ അഡീഷൻ വരുന്നു, ഇരട്ട വോട്ടുണ്ടാവുമെന്ന് പറയുന്നു. മറുവശത്ത് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ബീഹാറിൽ നിങ്ങൾ അതിനെ മറ്റു രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, മറ്റു രീതിയിൽ അതിനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെയും ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന്